പക്ഷേ വീണ വിജയനെ വളഞ്ഞിട്ടൊരു 30 അംഗ പോലീസ് ടീമിനെ ചെന്നിത്തല വിന്യസിച്ചിരിക്കുകയാണ്. ഉം. അതിന്റെ നമ്മുടെ കന്റോൺമെന്റ് SHO ആയിട്ടുള്ള മ്യൂസിയം SHO ആയിട്ടുള്ള പ്രശാന്താണ് അതിന്റെ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത്. അപ്പോൾ 30 പേരുടെ നടുവിലാണ് ഇപ്പൊ വീണ വിജയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഈ 30 പേരുടെയും തലവനായിട്ട് വന്നിരിക്കുന്നത് ആരാണ് എന്നുള്ളിടത്താണ് അടുത്ത ചോദ്യം വരുന്നത്. ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആള് ഇടത് സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ പിണറായി സർക്കാരിന്റെ ഒരു കാലത്ത് ഇടത് അനുകൂലിയായിട്ട് നിന്നിട്ടുള്ള സഖാക്കന്മാർക്കൊക്കെ എല്ലാ സഹായങ്ങളും വഴിവിട്ട് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ സഖാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന, വേണമെങ്കിൽ ഒരു സഖാവെന്ന് തന്നെ വിളിക്കാവുന്ന പ്രശാന്തിന് തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ മുഖ്യ ഓഫീസറായിട്ട് വെക്കുന്നത് കൊണ്ട് രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ്? അല്ലെങ്കിൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? രണ്ടു വശങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ള രീതിയിൽ പറയാം. മറ്റൊന്ന് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിശർപ്പിക്കുക എന്ന് അറിയില്ല നമ്മൾ. ആ സെയിം സംഭവം തന്നെ ആളെ കൊണ്ടുവന്ന് ആളെ കൊണ്ട് തന്നെ ഈ സാധനം അന്വേഷിപ്പിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഈ സാധനം കാണാൻ പറ്റും. കാരണം നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ CPM വേണ്ടിയിട്ട് എല്ലാവിധ വിട്ടുവീഴ്ചകളും ചെയ്ത് അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നിയമം മറന്ന് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത ഒരാളാണ് ഈ പറയപ്പെട്ട നിലവിൽ SHO പ്രശാന്ത്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഈ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയന്റെ മകൾക്കെതിരെയുള്ള കേസ് അന്വേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പ്രതികാര നടപടി രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു വശം. മറുവശത്ത് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയും ചിന്തിക്കാം. എന്താ പറയാ, വീണ വിജയന് വേണ്ടിയിട്ട് ഈ പറയപ്പെട്ട പോലെ പ്രശാന്ത് ഇവർ തമ്മിലൊരു അന്തർധാര ഉണ്ട്, അതുകൊണ്ട് ഈ സാധനം മെല്ലെ സ്കൂട്ടാകാൻ വേണ്ടിയിട്ട് ഒഴിവായി പോകാൻ വേണ്ടി ഇങ്ങനെയും പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടും ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല ഒതുക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നീക്കമായിട്ട് മുമ്പോട്ട് പോയിട്ട്. ഉറപ്പായിട്ടും കഴിഞ്ഞൊരു 10 വർഷ കാലയളവിൽ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും, അതായത് സഖാക്കന്മാർക്ക് അനുകൂലമായിട്ട് ചെയ്തു കൂട്ടിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒരു തിരിച്ചടി കൊടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇവിടം കൊണ്ടുവന്ന് പഠിക്കുമോ, അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്ക് മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥനാണെങ്കിലും ബാക്കി 30 പേരുണ്ട് ഇതില്. കന്റോൺമെന്റ് കമ്മീഷണർ തന്നെയാണ് ഇതിന്റെ മെയിൻ ഉദ്യോഗസ്ഥനായിട്ട് വരുന്നത്. അതല്ലാണ്ട് ഒരു ഇൻസ്പെക്ടർമാർ 7 SIമാരുണ്ട്, 5 ഇൻസ്പെക്ടർമാരുണ്ട്. അങ്ങനെ അടക്കമാണ് ഒരു 30 പേരുള്ളത്. പിന്നെ ഈ പ്രശാന്തിന്റെ തലപ്പത്തായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് ഇതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ എല്ലാത്തിന്റെയും മുകളിലിരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അണ്ടറിൽ നിന്നുകൊണ്ട് പ്രശാന്തിന് എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൂടെ അറിയാൻ വേണ്ടിയിട്ടും കൂടിയുള്ളതായിരിക്കാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. എന്തായാലും കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട്, അല്ലെങ്കിൽ ചെന്നായി കൊടുത്തിന്റെ താക്കോൽ എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തൊരു ഫീല് തന്നെയാണ് പ്രശാന്തിന് കൊടുക്കുമ്പോൾ തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഒരു യജമാന ഭക്തി നമുക്ക് അറിയാം. പിണറായി സർക്കാരിന്റെ കാലത്ത് അളമാരെ പോലെ നിന്നിരുന്ന ഇവർക്ക് ഫേവറബിൾ ആയിട്ട് നിന്നിരുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും രാജാവിനേക്കാളും വലിയ രാജഭക്തി ഉള്ളവരായിരുന്നു. അതിപ്പോ അണികളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ അവർ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. രാജാവിന് അകത്തിരുന്ന് എന്നോട് ഇടിയൊന്നും ചോദിച്ചിട്ടില്ല എന്ന് രാജാവ് പറയുമ്പോഴും പുറത്തുനിന്ന് തീപ്പൊരിയായ നേതാക്കന്മാരാണ്, കാറൊക്കെ തല്ലിപ്പൊളിച്ച് സെറ്റായ ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കടന്നു വരുമ്പോൾ അരൂര് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ വരുന്ന വഴികളിലൊക്കെ ഇങ്ങനെ ഫ്ലെക്സ് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്, പിണറായി വിജയന്റെ വിജയം തൊട്ര പാക്കലം എന്ന് പറഞ്ഞിട്ട്. അതായത് ഈടിക്കും വീടിക്കും ഒക്കെ നന്ദി പറഞ്ഞിട്ടാണ്. അതിലും കേന്ദ്ര സർക്കാരിനെതിരെ ഒന്നുമില്ല കേട്ടോ, മോദിക്ക് നന്ദിയില്ല. ഈടിക്കും വീടിക്കും നന്ദി. എന്തിനാന്ന് വെച്ചാല് ഓരോ പാർട്ടി പ്രവർത്തകനും തീയായി മാറിയ ദിവസമായിരുന്നു അന്നെന്ന്. അതായത് എന്തോ വലിയൊരു സംഭവം നടന്നു, പിണറായിനെ തൊട്ട് നോക്ക്, അപ്പൊ കാണാം ഈടിക്കും വീടിക്കുമാണ് അവിടെ നന്ദി. മോദിക്ക് പേരെടുത്തില്ല. ഒന്നാലോചിക്കുമ്പോൾ ഇവർ പറഞ്ഞത് ശരിയാണ്. കാരണം ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറയപ്പെട്ട പോലെ CPM SFI ഒക്കെ. ഒരു കാലത്ത് കേരളത്തെ കിടുകിടാ ഉറപ്പിച്ച പാർട്ടിയാണ് ഈ പറഞ്ഞ പോലെ SFI CPM ഒക്കെ. ഇപ്പൊ നമുക്കറിയാം, മരിച്ചുപോയ ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ എന്താ പറയാ, ആളുടെ പേര് മറന്നുപോയി, KM മാണി. അപ്പോൾ KM മാണി സാറൊക്കെ നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ അന്നുണ്ടായിരുന്ന സമരമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. എങ്ങനെ അവിടെ വരും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായിരുന്നു. അപ്പം എല്ലാവരും അന്ന് കബളിപ്പിച്ചുകൊണ്ട് മാണി അവിടെ വന്നു. എല്ലാവരും ഞാനടക്കം വിചാരിച്ചെന്ന് വാർത്ത കാണുമ്പോൾ മാണി വല്ല ഹെലികോപ്റ്ററൊക്കെ എടുത്തിട്ടായിരിക്കും വരിക. കാരണം റോഡ് മൊത്തം CPM കിലോമീറ്റർ കണക്കിന് അവരായിരുന്നു. റോഡ് മൊത്തം അവരുടെ ഫുഡും പ്രാഥമിക കൃത്യം നിർവഹിക്കലും എല്ലാം നടു റോഡിലായിരുന്നു. ഇത്തരത്തിൽ അന്ന് തലസ്ഥാന നഗരം നാറിപ്പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എങ്ങനെ മാണി അങ്ങോട്ട് വരും എന്നുള്ള വലിയ ചിന്ത ഉണ്ടായിരുന്നു നമുക്ക്. അതിനുശേഷം പിന്നെ ഭരണത്തിലോട്ട് വരുമ്പോൾ CPM മുഴുവനായിട്ട് ഉറങ്ങുന്നൊരു സംഭവം നമ്മൾ കണ്ടത്. പിന്നീട് സമരങ്ങളില്ല, യാതൊരു വിധ സാധനമില്ല. അല്ലെങ്കിൽ പിന്നെ കേന്ദ്രമായിട്ട് ഇടക്കുന്ന കയറ്റിമുട്ടണം. ഈ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേരളത്തിൽ അവർക്ക് സമരമില്ല, ഡൽഹിയിൽ പോയിട്ട് ഇടയ്ക്ക് ഒരു സമരമൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിലോട്ട് വരുമ്പോഴും ഡൽഹിയിലത്തെ കാര്യം എന്താണെന്ന് നമുക്കറിയാം.
PM ശ്രീയിലൊക്കെ രാത്രി ആരും അറിയാണ്ട് പോയി ഒപ്പിടുന്നു. ഒപ്പം നിൽക്കുന്ന CPI പോലും സാധനം അറിഞ്ഞിട്ടില്ല. പിന്നീട് CPI പറഞ്ഞ ഞങ്ങൾ മന്ത്രിമാരെ പിൻവലിപ്പിക്കുന്നു പറയും. ഒരു നിവൃത്തിയില്ലാണ്ട് താൽക്കാലികമായിട്ട് അത് നിർത്തിവെക്കാൻ മുഖ്യമന്ത്രി കേന്ദ്രത്തോട് പറയുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു വശത്ത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ, മറുവശത്ത് ഇങ്ങനെയാണ് CPM ചെയ്യുന്നതെന്നില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും ഉറങ്ങിക്കിടന്ന ഒരു പാർട്ടിയായിരുന്നു. അതിന് സടകുടഞ്ഞ് എഴുന്നേൽക്കാൻ ഒരു പരിധി വരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ EDയുടെ സാധനം തന്നെയാണ്. EDയും VDയും ഇവരെല്ലാരും പാടെ വന്നുകൊണ്ടാണ് ഒരു ഉറങ്ങിക്കടന്ന CPM എഴുന്നേറ്റ് പക്ഷെ എന്തുകൊണ്ട് ഇടിക്കും വിടിക്കും ഈ വന്നത് കേന്ദ്ര ഏജൻസികളല്ലേ ഫവാസെ? അല്ലാണ്ട് VD സതീശൻ വിട്ട ആളാണോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിട്ട ആളാണോ? പിണറായി വിജയൻ പോലും നന്ദി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കാണ്. രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായല്ലോ അല്ലേ? അതായിരുന്നു ഡയലോഗ് പിണറായി വിജയൻ. രാഹുൽ ഗാന്ധിയാണോ പറഞ്ഞത്? അല്ലെങ്കിൽ VD സതീശൻ ട്രോൾ ചെയ്തതുപോലെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, മോദി ഇങ്ങോട്ട് വിട്ടേക്ക്, ഇവിടെ ആള് നിൽക്കുന്നുണ്ട് നമ്മുടെ. അപ്പോൾ തന്നെ മോദി ആളുകളെ കേന്ദ്രത്തിന് വിളിച്ച് പറയുകയാണ്, നമ്മുടെ പയ്യൻ വിളിച്ച് പറഞ്ഞതാണ്, സതീശൻ പറഞ്ഞു എനിക്ക് ഒഴിവാകാൻ പറ്റില്ല, നേരെ കയറിക്കോ പിണറായിയുടെ വീട്ടിലെന്ന് പറഞ്ഞു വിടുകയാണോ ചെയ്തത്? ഈ സഖാക്കന്മാർ പോലും ഇത് വെക്കുമ്പോൾ വീടിക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് വെക്കുന്നത്, ഞങ്ങളെ ഉണർത്തിയതിന്. തൊടറാപാക്കലം ആരെയാണ് ഇടി തൊട്ടത്? പിണറായി വിജയനെ തൊട്ടോ? പ്രാഥമിക അംഗത്വം പോലും ഇല്ലാത്ത വീണ വിജയനല്ലേ തൊട്ടത്? അവിടെ പിന്നെ ഇത്രയും ബിനീഷ് കൊടിയേരിന്റെ തൊട്ടപ്പോ ഇമാതിരി പൊള്ളലൊന്നും കണ്ടില്ലല്ലോ. ബിനീഷ് ചെയ്ത നല്ല കാര്യം നല്ല പറയുന്നത്, പക്ഷെ അയാൾക്ക് CPM അംഗമായിരുന്നു, അയാള് അംഗമായിരുന്നു. ഇത് പ്രാഥമിക അംഗത്വം പോലും ഇല്ല വീണ വിജയൻ. എവിടെയെങ്കിലും ഒരു കൊടി പിടിച്ച് വീണ വിജയനെ കണ്ടിട്ടുണ്ടോ? ഇവര് കൊടി പിടിച്ചിട്ടുണ്ട് സ്വാശ്രയ കോളേജിനെതിരെ. എന്നിട്ട് വീണ വിജയൻ പഠിച്ചത് എവിടെയാണ്? അമൃതാനന്ദമയുടെ കോളേജിൽ. അതും ഈ പറയുന്ന പോലെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തെ വിട്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ മകൾക്ക് വേണ്ടിയിട്ട്, മാർക്കില്ലാത്ത മകൾക്ക് വേണ്ടിയിട്ട് സീറ്റ് ഒപ്പിച്ചു കൊടുത്ത കഥ. അതിനുശേഷം ഈ വിവേക് കിരൺ എന്ന് പറയുന്ന വിവേക് തൈക്കണ്ടി ഇളയ മകന് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ മകനെ അയച്ച് പഠിപ്പിച്ചതുമൊക്കെ സ്വാശ്രയ കോളേജുകളിൽ തന്നെയാണ്. അത് ഡിഗ്രിക്ക് വേണ്ട മാർക്ക് ഇല്ലാണ്ട് വന്നതിനെ തുടർന്നിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിൽ ഇത്ര ശതമാനം മാർക്ക് വേണം. ആ മാർക്ക് പോലും ഇല്ലാഞ്ഞിട്ട് ലക്ഷങ്ങൾ ആ സമയത്ത് ഇതെടുത്തിട്ടാണ് അദ്ദേഹത്തെ വിട്ടത്. ശക്തിധരൻ ആ കഥകളൊക്കെ ക്ലിയർ ആയിട്ട് പുറത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കലൂര് ബാങ്കിൽ പോയതും അവിടെ നിന്ന് ലോൺ റിജക്ട് ചെയ്യുന്നതും ലോണിന് വേണ്ടിയിട്ട് ദേശാഭിമാനി പണയത്തിൽ വെക്കുന്ന അവസ്ഥയൊക്കെ, പണയത്തിൽ വെക്കണം എന്ന് പറഞ്ഞതും എതിർത്തതും ഒക്കെ. അതായത് മകന് ലോണിന് വേണ്ടിയിട്ട് ദേശാഭിമാനി പത്രം പണയത്തിൽ വെക്കാം, മകളുടെ കമ്പനിക്ക് AKG സെന്ററിന്റെ പേര് കൊടുക്കാം, അഡ്രസ് ആയിട്ട് കൊടുക്കാം. AKG സെന്റർ ആരുണ്ടാക്കിയതാണ്? വീണ തൈക്കണ്ടിയുടെ തറവാടാകുന്നത് എങ്ങനെയാണ് AKG സെന്റർ എന്ന് ചോദിക്കാനായിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു സഖാവിന് ഏതെങ്കിലും കാലത്ത് നാവ് പൊങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ വീണ തൈക്കണ്ടിക്കെതിരെ കേസ് വന്നപ്പോ ED തൊടറാപാക്കലാന്ന് പറഞ്ഞിട്ട് ഫ്ലെക്സ് ബോർഡും വെച്ച് പോകാൻ പറ്റി. ഈ പോയി പൊട്ടന്മാർക്ക് ആർക്കും അറിയില്ല എന്നുള്ളതാണ് എന്റെ സംശയം. വീണയൊക്കെ ചോദ്യം ചെയ്യാനാണ് വന്നത്. നിങ്ങളുടെ പിണറായി വിജയൻ തന്നെ പറഞ്ഞു, എന്നോട് അവരൊന്നും ചോദിച്ചിട്ടില്ല, അവരവിടെ വന്നു, എൻ്റെ മോളോട് ചോദിച്ചു പോയി, എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എനിക്കറിയില്ല. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ കല്ലെറിഞ്ഞു കൊടുത്തത്? ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇത്രയും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചത് ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? ആരെയാണ് ഇവർ തൊട്ടത്? ഇവര് ഏത് രീതിക്കാണ് പോണേന്ന് അറിയില്ല. എന്തായാലും 30 പേരുടെ ഒരു അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ വീണ വിജയൻ അവിടെ നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തലയുടെ ഒരു കോളിൽ അറസ്റ്റും ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയേക്കാം. ബാക്കി രമേശ് ചെന്നിത്തലയുടെ കോളെന്ന് ഞാൻ പറഞ്ഞത് ഈ EDനെ ആക്രമിച്ച കേസിൽ ഉൾപ്പെടെയാണ് കേട്ടോ. അല്ലാണ്ട് ഇത് കേന്ദ്രത്തിന്റെ ഇതാണ്, കേന്ദ്രം തന്നെ തീരുമാനിക്കണം. രമേശ് ചെന്നിത്തല ED റെയ്ഡ് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എത്രത്തോളം വാസ്തവം എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആഭ്യന്തരമന്ത്രി എന്നുള്ളൊരു നിലയിൽ നമ്മൾ തള്ളിക്കളയുന്നില്ല. രമേശ് ചെന്നിത്തല അന്ന് ഈ വിഷയത്തിൽ പറഞ്ഞ പോലെ അറിയിച്ചിട്ടുണ്ട്, പക്ഷെ രമേശ് ചെന്നിത്തല അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം UDF വന്നിട്ടേ ഉള്ളൂ, ഒരു വിധത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ എന്താ പറയുക അഴിച്ചുപണി നടന്നിട്ടേ ഉള്ളൂ. പോലീസ് തലപ്പത്ത് നടന്നു, പക്ഷെ അതിനുശേഷമുള്ള ഇതിലൊന്നും നടന്നില്ല. അപ്പൊ ജില്ലാ പോലീസ് മേധാവിയൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നത്, അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പോയിട്ടുള്ള ജില്ലാ മേധാവിക്കാണ്. അദ്ദേഹം ഈ സാധനം ഈ പറഞ്ഞ പോലെ മന്ത്രിക്ക് ഫോർവേഡ് ചെയ്തിട്ടില്ല. അദ്ദേഹം അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല ഈ സാധനം. പിന്നെ നേരം വെളുത്ത മാധ്യമങ്ങളിലൂടെ ഇവരെല്ലാവരും ഈ സാധനം അറിയപ്പെടുന്നത്. പക്ഷെ എം വി ഗോവിന്ദൻ അറിഞ്ഞു. EDയുടെ വന്ന കാറിന്റെ ചില്ല് പൊട്ടിയാണ് വരുന്നതെന്ന് വരെ എം വി ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറിയാണ്, രമേശ് ചെന്നിത്തലയെക്കാളും തലപ്പത്തിരിക്കുന്ന ആളാണ് എന്ന് കൂടുതൽ തെളിയിക്കുന്ന വിഷയമാണിത്. എം വി ഗോവിന്ദൻ വരെ അറിഞ്ഞു ED വരുന്നത്. ആ കലാപാഹ്വാനം നേരത്തെ തന്നെ മുൻകൂട്ടി അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റി. IP ബിനുവിന്റെ കുറ്റസമ്മതത്തിലും ഉണ്ട് ഈ പറയുന്നത്, പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം 100% ആത്മാർത്ഥതയോടെ ഞങ്ങൾ ചെയ്തു എന്ന്. അപ്പോൾ എല്ലാം അവിടെ പ്ലാൻഡ് ആയിരുന്നു. രമേശ് ചെന്നിത്തല എന്തുകൊണ്ടോ അറിഞ്ഞില്ല. അപ്പോൾ ഇപ്പോഴും ഇത് ആര് തമ്മിലുള്ള അന്തർധാരയായിട്ടാണ് ശരിക്കും കണക്കാക്കേണ്ടത്? ഇപ്പം ഈ EDക്കെതിരെയുള്ള കേസ് ഉണ്ടല്ലോ, ഇപ്പോൾ CBIനോട് പോകാൻ വേണ്ടി എങ്ങാണ്ട് പൊതു താല്പര്യ ഹർജി കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. ഇതെങ്ങാനും CBI ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ CPMന് ആ സാധനം മതി. എന്താ പറയുക, മൊത്തം ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനെ ഇല്ലാണ്ടാക്കിയ പോലെ, അല്ലെങ്കിൽ ഡൽഹിയിൽ കേജ്രിവാളിനെ ഇല്ലാണ്ടാക്കിയ പോലെ കേരളത്തിൽ പ്രമുഖനായ ഒരു മുഖ്യമന്ത്രിയെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ തലമുതിർന്ന നേതാവിനെ, ഏക കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ, കമ്മ്യൂണിസ്റ്റിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വേണമെങ്കിൽ പറയാം ഒരു നേതാവിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ് പിണറായി വിജയനെതിരെ ഇത്തരത്തിലുള്ള വേട്ടയാടുകൾ നടക്കുന്നതെന്ന് പറഞ്ഞ് വലിയ സമരത്തിലോട്ട് ഒരു പക്ഷേ ഇത് CBI അന്വേഷിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ, അതെ
ഇനി വീണ്ടും ഒരു സമരം എന്തായാലും രംഗത്തോട്ട് വരും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും എനിക്കില്ല. ഉറപ്പായിട്ടും വ്യക്തിമായിട്ട് വരും, കുറച്ച് കഴിയുമ്പോൾ അതിജീവനായിട്ട് തിരിച്ചു വരും. ഇതിലേക്ക് തന്നെയായിരിക്കും കാരണങ്ങളുടെ പോക്ക്.